മുകേഷ് ഇപ്പോഴും പാർട്ടി മെമ്പറല്ല, അന്നുമല്ല ഇന്നുമല്ല, പിന്നെ ആരെ എനിക്ക് ആ പാർട്ടി അംഗമല്ലല്ലോ. മുകേഷ് ഇപ്പോഴും പാർട്ടി മെമ്പറല്ല, അന്നുമല്ല ഇന്നുമല്ല, പിന്നെ ആരെ സ്വതന്ത്രം അല്ല. ഞാൻ തന്നെ പറഞ്ഞു, അല്ലല്ല, ഞങ്ങളത് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കേസ്. ആ കേസ് എന്താണോ നിലപാട് വരുന്നത് അപ്പോൾ നമുക്ക് എടുക്കാം. അല്ലാതെ ഇതുപോലെ തെളിവുമായി മുന്നിലേക്ക് വന്നില്ല ഒരാളും. അന്നത്തെ കേസ് ഇപ്പോഴും തുടരുകയാണ്. ആ കേസിൻ്റെ അകത്ത് ഒരു കാര്യവും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരി, ഞങ്ങൾ നിലപാട് സ്വീകരിക്കാം. ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, പാർട്ടി നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. അതെല്ലാം മത്സരിക്കുന്ന പാർട്ടി തീരുമാനിച്ചാൽ നിങ്ങളിപ്പോൾ ഞങ്ങളെ ആയിരിക്കാം ചിഹ്നം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പുറപ്പെടുക. ഇമാതിരിയുള്ള കുറേ ആളുകൾ പത്രത്തിന്റെ പേരുകൾ നടക്കുകയാണ്. ഏത് പത്ര? അല്ലേ, ചന്ദ്രിക. നിങ്ങൾക്ക് മനസ്സിലായില്ല അത് ആയിരിക്കാം ചിഹ്നം കൊടുക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കേണ്ടത്. ചിഹ്നം ആർക്കാണ് കൊടുക്കേണ്ടത്? പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവണമെന്ന് ചിഹ്നം കൊടുക്കുമ്പോൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതൊന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. അന്ന് സംഘടനാ നടപടി എടുക്കാൻ അന്നേ പറഞ്ഞാണ്, ഇത്രയോ കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞാണ്, സംഘടനാ നടപടി എടുക്കാൻ അദ്ദേഹം സംഘടനയില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉള്ളത് സ്വതന്ത്രം എന്ന രീതിയിലാണ് ജയിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയുടെ മുമ്പിലുണ്ട്. ആ കോടതിയുടെ മുമ്പിൽ വന്ന കേസ് കൃത്യമായിട്ട് തെളിഞ്ഞ് മുമ്പോട്ടേക്ക് വരട്ടെ. അപ്പോൾ ഒന്ന് പറയട്ടെ. എന്താ പറയാത്? അതാ മനസ്സിലായില്ലല്ലേ? ജനകീയ സമ്മർദ്ദമുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ. നിങ്ങൾ വിചാരിച്ചാൽ പോലും സാധിക്കില്ല, രാജിവെക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ പറ്റില്ല. അതാ കാര്യം. നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടും കൂട്ടിയ 4 കിട്ടുന്നതുകൊണ്ട് ഒരു ധാരണയിലാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ. അതല്ല ചോദിച്ചോ. അതെന്തിനാ ഇവിടെ വീട്ടിൽ വേറെലേക്ക് പോകുന്നു? കുറേ സമയം ചോദിച്ചു.